നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ നിന്നിരുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ സൂര്യനും അവിടെ തന്നെയാണ് നിൽക്കുന്നത്, സർവാഭിഷ്ട സ്ഥാനത്താണ്. ഇഷ്ടസ്ഥാനത്ത് ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന തൊഴിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകുകയും ചെയ്യാൻ യോഗമാണ്. അപ്പോൾ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കണ്ടകശനി ദോഷമുള്ളത് കാരണം കൊണ്ട് വിത്തക്ഷയം പ്രവാസം രോഗാമനയും ജനയന്തി മനോഭീതിയും മാനസികമായിട്ടുള്ള ടെൻഷൻ, ധനനഷ്ടം, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്താലും പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന ധനം കിട്ടാതെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസാന നിമിഷത്തിൽ നിരാശ തരുന്നൊരു സ്വഭാവമാണ് ശനി കണ്ടകശനി ദോഷത്തിനുള്ളത്. കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. ശത്രു സ്ഥാനാധിപതി ബാധ നിൽക്കുന്ന നേരം പ്രബലമായിരിക്കുന്ന ശത്രുദോഷം ഉണ്ടാവും. അപ്പോൾ ഈ ശത്രുദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് നാഗപൂജ ചെയ്യണം, ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്യുക. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. 12ാം ഭാവത്തിൽ ശുക്രനും കേതുവിനോടും ചന്ദ്രനോടും യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ 12ൽ നിൽക്കുന്ന ശുക്രൻ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാക്കും, സ്ത്രീ സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാക്കും. സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ മുഖാന്തരം പേരുദോഷം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 20 രൂപ ചിലവ് വരുന്നൊരു സമയമാണ്. കാൽപാദത്തിന് വേദന ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കർമ്മസ്ഥാനത്ത് ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്ന ബുധനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനൊക്കെയുള്ള ഒരു കഴിവുണ്ടാകുക എന്ന് പറയുന്ന നല്ലൊരു ഗുണമാണ്. പക്ഷേ ശത്രുദോഷം കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ബ്ലോക്കാവുന്നൊരവസ്ഥയുണ്ട്, ശനിയും കൂടി ആയതുകൊണ്ട്. അത് കാരണം കൊണ്ട് എന്തായാലും നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയാൽ മാത്രമേ ഈ അനുകൂലാവസ്ഥ ഉണ്ടാകുള്ളൂ. കാരണം ബാധയിൽ നിൽക്കുന്നത് ശത്രു സ്ഥാനാധിപതിയാണ്. ബാധകാധിപത്യം വഹിച്ച് സൂര്യൻ ദുരിതഭവനാധിപതിയോട് ചേർന്നിട്ട് വ്യാഴം ബാധകാധിപതി 11ലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുക. അപ്പം അതിന് പരിഹാരമായിക്കൊണ്ട് സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്കം കഴിപ്പിക്കണം, നീരാഞ്ജനം വഴിപാട് ചെയ്യണം, അതേപോലെ നാഗപൂജ ചെയ്യണം, ശിവക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം, ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള ഈ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.